പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ലൈഫിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ എന്ന വേർഡ് യൂസ് ചെയ്യാത്ത പലരും അവരുടെ ലൈഫിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അറിയാണ്ട് തന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്ത പോലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സന്തോഷിക്കല്ല വേണ്ടത്. ഇപ്പോൾ ഉള്ള മിക്ക ആളുകളും മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ആക്ച്വലി വാട്ട് ഈസ് ദിസ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു ഗോൾ അല്ലെങ്കിൽ എയിം ഉണ്ടായിരിക്കും. ലൈക്ക് പ്യുവർ ഇന്റൻഷൻ ഉള്ള ഒരു ഗോൾ. ആ ഗോളിലോട്ട് എത്തും എന്നുള്ള ഉറച്ച വിശ്വാസം, അതിലെത്താൻ വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റന്റ് ആക്ഷൻസ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവരുടെ ലൈഫിൽ ഒരു മാനിഫെസ്റ്റേഷൻ എടുത്തു എന്നാണ് അർത്ഥം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ലൈഫിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ എന്ന വേർഡ് യൂസ് ചെയ്യാത്ത പലരും അവരുടെ ലൈഫിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അറിയാണ്ട് തന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്ത പോലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സന്തോഷിക്കല്ല വേണ്ടത്. ഫോർ എക്സാമ്പിൾ, പഠിക്കുന്ന കാലത്ത് ഞാൻ സൈക്കിളിലൊക്കെ പോയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചോണ്ടോണോന്ന് അറിയില്ല, എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്കൂട്ടിയൊക്കെ കിട്ടി. പക്ഷെ അവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ സ്കൂട്ടി എന്റെ ഫാമിലിയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല. വേറൊരു കിടിലൻ എക്സാമ്പിൾ പറയണമെങ്കിൽ, കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എനിക്ക് ഒരൊറ്റ ഗോൾ അല്ലെങ്കിൽ ഒരൊറ്റ എയിം മാത്രമേ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ജോലി എന്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് ആ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ചെറിയ ഹാർഡ് വർക്ക് ഒന്നല്ല ഇട്ടത്. ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാർഡ് വർക്ക് ഇട്ട് കിട്ടിയ ജോലിക്ക് എപ്പോഴും എനിക്ക് ഭയങ്കര മനസ്സിൽ സ്ഥാനം. മേ ബി പലർക്കും അത് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചത് എനിക്കൊരു വലിയ കാര്യമായിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു ലെസൺ പറയുകയാണെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജോലി കിട്ടിയ ഉടനെ നമ്മുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. നമ്മുടെ പ്രോബ്ലംസും നമ്മുടെ ഫാമിലിയുടെ പ്രോബ്ലംസും എല്ലാം പെട്ടെന്ന് സോൾവ് ആവുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല. പക്ഷെ വളരെ കുറച്ചായിട്ട് ഓരോന്ന് സോൾവ് ആവുന്നുണ്ടാവും. ബട്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുമേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും ചെയ്യണം എന്ന് നമുക്ക് തോന്നും. ലൈക്ക് അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഗോൾ. മേ ബി ചിലവരൊരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഭയങ്കര ചെറിയ കാര്യമായിട്ടായിരിക്കും കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു കാലം കഷ്ടപ്പെട്ട് കുറച്ച് മണിയൊക്കെ സേവ് ചെയ്തിട്ടാണ് ആ ഫോൺ വാങ്ങിച്ചെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ആൻഡ് ഇതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം പറയണമെന്ന് തോന്നി. എടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ യൂട്യൂബ് തുടങ്ങിയത് പോലും സത്യം പറഞ്ഞൊരു മാനിഫെസ്റ്റേഷനാ. പണ്ട് ഞാൻ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, യൂട്യൂബൊക്കെ തുടങ്ങി എങ്ങനെ ഉണ്ടാവില്ലേ, ഈ യൂട്യൂബിലുള്ള ആളുകളൊക്കെ എങ്ങനെയായിരിക്കുമല്ലേ പൈസ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമായിരുന്നു. ബട്ട് ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ തന്നെ ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഒരു ഗോൾ വെച്ചിട്ട് അതിനു വേണ്ടി പൈസ സേവ് ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ ലൈഫിൽ അങ്ങനെ തന്നെയായിരിക്കും. ഹാർഡ് വർക്ക് ഇടുന്നവര് എപ്പോഴായാലും എങ്ങനെ പോയാലും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഇങ്ങനെ സാധിച്ചുകൊണ്ടേയിരിക്കും. മേ ബി അത് നിങ്ങളായിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ആരായാലും ഹാർഡ് വർക്ക് ഇടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നേടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ലൈഫിൽ ഇങ്ങനെ നേടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യണം എന്നുള്ളതൊന്നും നിർബന്ധമില്ല. പക്ഷേ ചിലവർക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് തുടങ്ങണം. സോ ഇത്രയൊക്കെയാണ് എനിക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. ആക്ച്വലി ഇത് ചെയ്യാൻ തന്നെ കാരണം ഒരു കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു കുട്ടി ചോദിച്ചിരുന്നു മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കാമോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ എഴുതിയൊക്കെ വെച്ച് നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതുപോലെ ഇതുവരെ ലൈഫിൽ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു എയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം, അടുത്തത് ഇതായിരിക്കണം ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ. സോ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻസിൻ്റെ കുറേ വീഡിയോയും കാര്യങ്ങളും കണ്ട് എനിക്ക് ആക്ച്വലി ഇതുപോലെ ചെയ്യണം അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരാറുണ്ട്. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മളിപ്പം ഒരു ഗോള് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോളിനേക്കാളും ഒരു 2-3 ഗോള് നമുക്ക് ഒരു ചെറിയ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മളൊരു വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് 2-3 ഗോള് നമുക്ക് അറ്റ് എ ടൈമിൽ ചെയ്യാനുണ്ട് എന്നുള്ളത്. സോ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യും, അതിനനുസരിച്ച് മണി സേവ് ചെയ്യും. സോ നമ്മുടെ ലൈഫിൽ ഒരു നല്ല ഇമ്പാക്റ്റ് അതുമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ എല്ലാവരും ഇതുവരെ മാനിഫെസ്റ്റേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യാം, ഞാനും ചെയ്യാം.
ചെയ്യാൻ പോവാണ്. സോ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇടാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമൻസിൽ വരുന്ന ഇത് കണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്യണതാണ്. ആക്ച്വലി ബിടെക്കും അതുപോലെ തന്നെ BCA റിലേറ്റഡ് ജോബ് റിലേറ്റഡ് ഒക്കെയാണ് കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളതെന്ന് അറിയാം. എന്നാലും ഇടയ്ക്ക് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ വീണ്ടും ഞാൻ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. സോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അടുത്ത കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.